നമസ്കാരം. പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ ഹിന്ദുമത വിശ്വാസികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടിക്കൊടുക്കാൻ ക്യാമ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. പുതിയ നിയമം അനുശാസിക്കുന്ന തരത്തിൽ പൗരത്വത്തിനാവശ്യമായ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒരുക്കി നൽകിയാണ് RSS വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. RSSന്റെ അനുബന്ധ സംഘടനയായ സീമാജൻ കല്യാൺ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. രാജസ്ഥാനിലെ ജയ്സൽമർ, ബാർമർ, ജോധ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 330ഓളം പേർക്കാണ് ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച പൗരത്വ പോർട്ടലിൽ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായ സഹായം ഈ സീമാജൻ കല്യാൺ സമിതി അംഗങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ദ ഹിന്ദു ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പൗരത്വം ലഭിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്ന രേഖകളിൽ പ്രാദേശിക തലത്തിൽ വിശ്വാസ്യതയുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം, സംഘടന എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വളരെ അനിവാര്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾക്കൊപ്പം തന്നെ സത്യവാങ്മൂലവും ചേർത്തുകൊണ്ടാണ് ഈ CAAയുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കൂടിയാണ് ഈ സീമാജൻ കല്യാൺ സമിതി അനുവദിക്കുന്നതെന്ന് കൂടി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും രാജസ്ഥാനിലെ ജോധ്പൂർ, ജയ്സൽമേർ, ബിക്കാനീർ, ജയ്പൂർ എന്നീ നഗരങ്ങളിൽ 400ഓളം പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥി കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 400ഓളം ഹിന്ദു അഭയാർത്ഥി ക്യാമ്പുകളിലായി കഴിഞ്ഞു വരുന്നത് ഏകദേശം 2 ലക്ഷത്തോളം ആളുകളാണ്. ഇവരെയാണ് RSSന്റെ അനുബന്ധ സംഘടനയായ സീമാജൻ കല്യാൺ സമിതി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും RSS ആ നീക്കങ്ങളൊക്കെ ഒരു വശത്തുകൂടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പൗരത്വം നേടാൻ അതിന് അർഹരായ ആളുകളെ സഹായിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് RSS. ന്യൂസ് ഡെസ്ക് മലയാളം.